ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് തേങ്ങ വറുത്തരച്ചിട്ടുള്ള ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 500 ഗ്രാം ചിക്കൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളി തക്കാളിയൊക്കെ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഇത് ഒരു മീഡിയം സൈസ് വലിപ്പമുള്ള ഒരു സവാളയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്, അത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു തക്കാളിയാണ്, ചെറിയ തക്കാളിയല്ല, കുറച്ച് വലിയ തക്കാളി, അത് ഇട്ടെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 3 പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്തു. ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി മല്ലിപ്പൊടിയാണ് വേണ്ടത്. മല്ലി വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ചെടുത്തിട്ടുള്ള മല്ലിപ്പൊടിയാണ്. വലിയ 2 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ തേങ്ങ വറുത്തരച്ചിട്ടാണല്ലോ കറി വെക്കുന്നത്, അപ്പോൾ മസാലകളൊക്കെ അത്യാവശ്യം വേണം. അപ്പോൾ 2 വലിയ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ 2 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വലിയ ജീരകം പൊടിച്ചതാണ്. ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഗരം മസാലയാണ്. ഗരം മസാല വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഗരം മസാലയാണ്, അപ്പോൾ അതൊരു 3/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് നമ്മൾ ചേർത്ത് കൊടുത്തുള്ള മസാലകളും ചിക്കനൊക്കെ കൂടെ ഒന്ന് കൈ ഉപയോഗിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ചേർത്ത് കൊടുത്തുള്ള മസാലകളൊക്കെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്, കാരണം ഇത് ഫ്രോസൺ ആയിട്ടുള്ള ബ്രോയിലർ ചിക്കനാണ്, അപ്പോൾ വലിയ വേവൊന്നുമില്ല. അപ്പോൾ കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാൻ മറന്നിരുന്നു, അപ്പോൾ അത് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇവിടെ ബ്രോയിലർ ചിക്കൻ ആയത് കാരണം ഞാൻ ഫുള്ളിൽ 3 വിസിൽ അടിച്ചിട്ടുണ്ട്. പിന്നെ സിമ്മിലിട്ടതിന് ശേഷം ഒരു വിസിൽ കൂടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനിലേക്ക് ആവശ്യമുള്ള തേങ്ങ ഒന്ന് സെറ്റാക്കി എടുക്കാം. തേങ്ങ വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വലിയൊരു മുറി തേങ്ങ ചിരവി എടുത്തതാണിത്. അപ്പോൾ അത് പാനിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്കുള്ള ഓരോ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കണം. ആദ്യമായിട്ട് നമ്മൾ വലിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. ഒരു കളറിന് വേണ്ടിയിട്ട് അല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ്. ഒരു 5 അല്ലി ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 6 അല്ലി വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുത്തു. ഇനി ആവശ്യത്തിലുള്ള കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ കൂടെ ഒന്നുകൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ തേങ്ങ വറുക്കുന്ന സമയത്ത് ഫുള്ളിലിട്ടിട്ട് തേങ്ങ വറുക്കരുത്, ചൂട് കുറച്ച് വെച്ചിട്ട് വേണം തേങ്ങ വറുത്തെടുക്കാനായിട്ട്. ഫുള്ളിലിട്ട് കഴിഞ്ഞാൽ നമ്മൾ തേങ്ങയൊക്കെ ആകെ കരിഞ്ഞു പോകും, അപ്പോൾ കറിക്കോ കയ്പ്പ് രസം വരും. അപ്പോൾ ഇങ്ങനെ ചെറിയ തീയിൽ കിടക്കട്ടെ, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ തേങ്ങ നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട്. സൗണ്ട് കേട്ടാൽ തന്നെ അറിയാം നല്ല പോലെ വറവായിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല, കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാം. ഇനി നമ്മൾ വേവിച്ചെടുത്തുള്ള ചിക്കൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ അരച്ചെടുത്തുള്ള തേങ്ങ ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം. ഇപ്പോൾ ചിക്കനൊക്കെ നല്ല പോലെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ, നല്ല പോലെ വന്നിട്ടുണ്ട്. അടിയിൽ പിടിച്ചിട്ടൊന്നുമില്ല, അത്യാവശ്യത്തിന് വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ തേങ്ങ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് തേങ്ങ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തേങ്ങ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ചൂടാക്കി എടുക്കണം കറി ഇപ്പോൾ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള വറവ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടിയിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ചൂടായി വരുന്നുണ്ട്. നമുക്കിതിലേക്ക് അല്പം ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കണം. ഉള്ളി നല്ലപോലെ ആയിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചിക്കൻ കറി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ഈ വറവിട്ട വെളിച്ചെണ്ണ ചിക്കൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിവിടെ കുക്കർ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുക്കറിലെ കറി ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ നമ്മളെ സൂപ്പറായിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പൊറോട്ട, അതുപോലെ തന്നെ ചപ്പാത്തി, പിന്നെ പൂരി, ദോശ, പത്തിരി ഇവയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം.